വാസു, നിന്റെ വരവോടെ എനിക്ക് രണ്ടാം ജന്മം കിട്ടിയ പോലെ. നീ ഉടുമ്പാടാ, ഉടുമ്പ്. വെറും ഉടുമ്പല്ല, പൊന്നുടുമ്പ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. എന്താ ചേട്ടാ? നീ ഇവിടെ രാവും പകലും കൈ കമ്പിയും കിണാപ്പുമായിട്ട് നായ്ക്കളെ വേട്ടയാടാൻ നടക്കുകയാണെന്നുള്ള കാര്യം എനിക്കറിയാം. അതാണല്ലോ എന്റെ പണി. നിനക്ക് പണി പലതുകൊണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും എനിക്കറിയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ പേപ്പട്ടികളെ പിടിക്കരുത്. അതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞേ? പിന്നെ ഞാനെന്തിനാ പിടിക്കുവന്ന്? നീ ഒന്നും വിടരുത്. നിന്നെ കൊണ്ടുവന്ന് ഞങ്ങളാ, ഞാനും പട്ടികളെ മുഴുവൻ പിടിച്ച് ഈ പഞ്ചായത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കലല്ല ഞങ്ങളുടെ ലക്ഷ്യം. എടാ കുട്ടപ്പ, നീ ഇത് മുട്ട ഒഴുകാതെ മുട്ടയോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കടാ. വാസു, ഈ പഞ്ചായത്തിന്റെ പ്രശ്നം ഉണ്ടാവണമെന്നോ ഒറ്റ ആഗ്രഹം മനസ്സിൽ വെച്ച് ജീവിക്കുന്ന ഒരു പരേതാത്മാവാണ് ഇത്. അതിനുവേണ്ടി ഉള്ള സ്വത്ത് മുഴുവൻ വിറ്റ് മുടിച്ചു പണ്ടാരം അടങ്ങി ഒരു കല്യാണം പോലും കഴിക്കാതെ പ്രതിപക്ഷത്തിൽ ഒരു മച്ചി വിധവയായി ജീവിച്ച് മരിക്കാനാ വേണോ? 10-25 കൊല്ലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദിവസം എനിക്ക് ആ കസേരയിൽ ഇരുന്നിട്ട് മരിക്കണോടാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പട്ടിയെ പിടിക്കും. പട്ടി അതെന്റെ ശത്രു. അയ്യോ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലടാ. നീ എന്തൊരു കരുത ഹൃദയനാണ്. ഞാൻ പ്രസിഡന്റായി കഴിഞ്ഞാ പിന്നെ നീ പട്ടിയെ പിടിച്ചോ? ഇല്ലെങ്കിൽ നിനക്ക് പിടിക്കാൻ എത്ര പട്ടികളെ വേണം? തമിഴ്നാട്ടിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരും. വാസു, നീ ആദ്യം ദാസേട്ടൻ പറയുന്നത് അനുസരിക്കടാ. അതാണ് നിന്റെ ഡ്യൂട്ടി. അതിനുശേഷം നീ എന്തുവാണോ കാട്ടി കൂട്ടിക്കോ കുട്ടി. വാസു, ഞാൻ പ്രസിഡന്റ് ആയാ പിന്നെ നീ എന്റെ വലങ്കേ, ഇവരെന്റെ ഇടങ്കേ. നമ്മള് മൂന്നാളും കൂടി ഒരു വേലസ്. ഈ പഞ്ചായത്ത് ഞാൻ ഒരു രാജവീതിയാക്കും. നീ എന്റെ കൊട്ടാരത്തിലെ മന്ത്രിമാർ. നമ്മളെ ഓച്ചാരിച്ചിരിക്കാൻ ആയിരക്കണക്കിന് ദാസന്മാർ, ദാസികൾ. എന്റെ ദൈവമേ, പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞ പോലെ ഒരു പഞ്ചായത്ത് രാജ. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരും അശ്വാരൂഢരായ ഭടന്മാരും അടിനിരക്കട്ടെ. കൊമ്പും കുഴലും ശംഖനാദവും മുഴങ്ങട്ടെ. കൊട്ടാര നർത്തകികളുടെ ചിലങ്കകളുടെ ശബ്ദം അലയടിക്കട്ടെ. ഓ, എന്തിനാ വിളിക്കണേ? അനക്ക് പൈക്കണ അൻവറേ, ഈ എന്താക്ക അവിടെ? ഞാൻ സ്കൂളിൽ പോകാൻ പറഞ്ഞാ ഇവിടെ വന്ന ഈ ഉമ്മ. അൻവറേ, അൻവറേ, വേഗം വാ, സമയമായി. ഞാൻ ഇപ്പൊ വരാം. ഉമ്മ, ഞാൻ പോട്ടെ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് തീർന്നു. കുഞ്ഞുപാലിന്റെ പീടിയെ ചെന്ന് പെട്ടെന്ന് മേടിച്ചോണ്ട് വാ. എന്ന് നേരം വൈകിട്ട് മാഷ് ചീത്ത പറയും. ഒരൊറ്റ ഓട്ടോ ഓടിയാ പോരാ എനക്ക്. ഇത് വേൻ ചെല്ലുമ്പാന്റെ പൊണ്ണല്ലേ ഈ ഉമ്മ. ഇന്നലെ വരുന്നില്ലേ? നിങ്ങൾ നടന്നോ, ഞാൻ വന്നോളാം. വാ പോ. കോഴിക്കുട്ടികളൊക്കെ കോഴിക്കുട്ടികളാ. മുത്തിന്റെ വാപ്പ വന്നല്ല. എന്തിനാ ഇങ്ങനെ കരിയണേ? അല്ല, എന്താ കച്ചവടം നേരത്തെ കഴിഞ്ഞിട്ടൊന്നുമില്ലാന്ന്. കുമാരേട്ടന്റെ പേരല്ലേ ദേശം മീൻ കൊണ്ട് കൊടുക്കാൻ. എന്നാ ബിസ്കറ്റ്. മോള് വാട്ടാ. അൻവർ സ്കൂളിൽ പോയോ? ഞാൻ ഓനെ ബിസ്ക്കറ്റ് വാങ്ങാൻ പീടിയെ പറഞ്ഞേച്ചി. എന്തിനാ ചേട്ടാൻ ഓനെ പറഞ്ഞേച്ചി? ഓന് സ്കൂളിൽ പോണ്ടേ? ഈ ബേജാറാവേണ്ടിരിക്കുവാ. അതെ, ഇവിടെ കിടന്ന് ബേളം വെക്കാതെ എല്ലാരും ഒന്ന് പുറത്തു പോയട്ടെ. എന്റെ മോന്, നിങ്ങളെ കുട്ടിക്കൊന്നും സംഭവിക്കില്ല. ഒന്ന് പുറത്തു പോയിരിക്കൂ. അൻവറെ, ഇങ്ങനെയാണെങ്കിലേ കാര്യങ്ങൾ ശരിയാവില്ല. ഒരെണ്ണം തീരുമാനത്തിലെത്തണം. പട്ടി പിടിക്കാന്ന് പറഞ്ഞ ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തായി? നമുക്ക് ഉടനെ ഒരു പരിഹാരം കാണാം. എന്തായി? ഡോക്ടർ പേടിക്കണ്ടെന്നാ പറഞ്ഞേ. ഈ കരിയല്ലേ സൈനവ? പ്രസിഡന്റ് എത്തിയോ? നിപ്പേണ്ടില്ല. നീ വീട് കൂടെ കളിച്ച് മുല്ലസിച്ച് അങ്ങ് നടന്നോ? നിനക്കൊന്നും കഴിയില്ല. ഇട്ടച്ച് പോണ നിന്റെ വഴിക്ക്. എന്നിട്ട് വളയവുമായി താൻ ഇറങ്ങോ പേപ്പട്ടിയെ പിടിക്കാൻ? തന്നോട് ചോദിച്ചില്ല, അവൻ പറയട്ടെ. അങ്ങനെ ഇവൻ മാത്രം പറഞ്ഞ പോരല്ലോ മറുപടി. പ്രതിപക്ഷം നിലയിൽ ഞങ്ങൾക്ക് ചിലതൊക്കെ അറിയണം. എടാ മുള്ളാണ്, നിനക്ക് എന്ത് കോപ്പ അറിയണ്ടേ? നീയൊക്കെ കൂടിയാൽ ഇവനെ ഇങ്ങോട്ട് കെട്ടിവരിഞ്ഞു കൊണ്ടുവന്നേ. എടാ രാഘവ, ഒഴുക്കുവെള്ളത്തിലെ പരലിനെയും ഓടി നടക്കുന്ന പേപ്പട്ടിയും എളുപ്പം പിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതൊക്കെ ഒരു ഒത്തുകിട്ടലാണ്. അപ്പ പിടിക്കും.
അതുവരെ ക്ഷമിച്ചിരിക്കാൻ കഴിയില്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോ. പേപ്പട്ടിയുടെ ഞാൻ ഏറ്റു. ഞാൻ രാജിവെച്ചാൽ നീ അങ്ങ് പൊളുത്തും. ഞാൻ മരിക്കുന്നത് വരെ നീ അത് പ്രതീക്ഷിക്കണ്ട. അങ്ങനെയാണ് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ എനിക്ക് തന്നെ തല്ലിക്കൊല്ലേണ്ടി വരും. അയ്യോ, ഒന്ന് നിർത്തോ. നിന്റെ കുട്ടിനെ കടിച്ചു കീറിയിട്ടിരിക്കുക. അതിന്റെ ഇടയില പേപ്പട്ടികളെ പിടിച്ചു കാണും. അതായിരിക്കും ഈ സന്തോഷം. അയ്യോ, സമയായി. വാ പോവാം. വാസു, നന്നായി. എനിക്കിപ്പോഴാ സമാധാനമായത്. ഞാനും എന്റെ പഞ്ചായത്തിലെ ജനങ്ങളും എന്നും നിന്നോട് നന്ദിയുള്ളവരായിരിക്കും. ഞാൻ എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. അതിന് ഇത്രത്തോളം 3 പേപ്പട്ടികളെ ഉടുമ്പു വാസു കൊന്നൊടുക്കിയത്. ആണോ? ആ, അല്ല, പ്രസിഡന്റ് വെടിവെച്ച് ആ പേപ്പട്ടിയെ പിടിച്ചോ? അയ്യോ, അതിനെ കിട്ടിയില്ല. അയ്യോ, എന്നാലും വിരോധമില്ല. എത്രയും പെട്ടെന്ന് എല്ലാറ്റിനെയും കൊന്നൊടുക്കി ഇവിടെ സമാധാനം പുനഃസ്ഥാപിച്ചു തരണം. ഞാനത് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിശ്വസിക്കാം. അല്ല, എന്താടോ? അല്ല, സെക്രട്ടറി ഒന്ന് കാണണം. വായോ. എന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു ചെറിയ തിരിമറിയൊക്കെ നടത്തിക്കോ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. യെസ്, കമിൻ. ശരി, പിന്നെ വിളിക്കൂ. ആരാ? പേപ്പട്ടികളെ പിടിക്കാൻ വന്ന. ഓ സർ. ശരി, ഇരിക്കൂ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. എത്ര പേപ്പട്ടികളെ പിടിച്ചു? 3 തന്നെ. പിടിച്ച പട്ടികളൊക്കെ സാനിറ്ററി ഇൻസ്പെക്ടറെ കാണിച്ചോ? ഓ സാർ. എന്നാ ഞാൻ പോട്ടെ സാർ. നിക്കടോ. ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോവാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഈ ജോലി ഉണ്ടായിട്ട് തന്നെ ഞാൻ പെടുന്ന പെടാപ്പാട് എനിക്കേ അറിയൂ. അപ്പൊ ഒരു പട്ടി പിടുത്തക്കാരനായ തന്റെ കാര്യം എന്തായിരിക്കും? ദേ, ഇതിൽ 3 പട്ടികളെ പിടിച്ചെന്നാണ് കണക്ക്. അതൊരു 30 എഴുത്താ. കാര്യമുണ്ട് സാറ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരുതരം അഡ്ജസ്റ്റ്മെന്റാ. എഴുതി ഒപ്പിട. അത് ശരിയാവില്ല. പേടിക്കണ്ട, ഇഷ്ടം പോലെ ഫണ്ട്സ്. ആസൂത്രണം എന്ന പേരിലും മാനവീയം എന്ന പേരിലും എല്ലാരും നല്ല വെട്ടുന്നുണ്ട്. പിന്നെ നമ്മളായിട്ട് എന്തിനു കുറയ്ക്കണം? ശരിയാവില്ല സാർ. എടോ, ഇത് എല്ലായിടത്തും നടക്കുന്നതാ. പഞ്ചായത്ത് മുതൽ സെക്രട്ടേറിയറ്റ് വരെ. എവിടെ എന്ത് വേണമെങ്കിൽ നടന്നോട്ടെ, പക്ഷെ എന്നെ ഇതിന് കൂട്ടുകിട്ടില്ല. നിക്കടോ. ഇത്രയായ സ്ഥിതിക്ക് എഴുതി തരാതെ താൻ ഇവിടുന്ന് പോയില്ല. നിങ്ങൾ എന്തായാലും പറ്റി വിചാരിച്ചേ? ചവിട്ടി കൂട്ടുകളെ ഞാൻ. പാവങ്ങളെ പറ്റിച്ച് താനുണ്ടാക്കിയ കോലുണ്ടല്ല, വലിച്ചു കീറുകളെ ഞാൻ. എന്തുണ്ടായെന്നോ? 3 പട്ടിനെ പിടിച്ചതിന്റെ കണക്കിന് പകരം 30 പട്ടിനെ പിടിച്ചെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ നിങ്ങളുടെ സെക്രട്ടറിക്ക്. താനൊരു ഉദ്യോഗസ്ഥനായി പോയി, അല്ലെങ്കിൽ പിടിച്ചോണ്ടില്ല.
അമ്മ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ പിന്നെ എന്താ ഞാൻ പറയാ? നിർബന്ധാണെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. കൊറേ ദിവസമായി വിചാരിക്കുന്നു ഒരു പിടി ചോറ് തരണമെന്ന്. അത് ഇന്നാ എല്ലാം കൊണ്ട് ഒത്തു വന്നത്. ശ്രീദേവിക്ക് ഒരലോഹ്യവും ഇല്ല. ഇന്ന് അവളെ പിറന്നാളാ. ആഹാ. ഇങ്ങനൊരാഗ്രഹം ഞാൻ പറഞ്ഞപ്പോ അവള് സമ്മതിച്ചു. അങ്ങോട്ടിരുന്നോളൂ. ഓ. ശ്രീദേവി, ഞാനിതൊരു സ്ഥിരം പരിപാടി ആക്കുന്ന കരുതി ആരും പേടിക്കണ്ട കേട്ടോ. പിറന്നാളായതുകൊണ്ടാ. പട്ടികളെ പിടിച്ചു കഴിഞ്ഞതോടെ വാസു നാട്ടുകാരുടെ വേണ്ടപ്പെട്ടവനായി അല്ലേ? അതിലൊന്നും കാര്യമില്ല അമ്മേ. പേപ്പട്ടികളെ പിടിച്ചു കഴിഞ്ഞാ പിന്നെ എല്ലാരും കൂടി ഓടിക്കില്ലെന്നെ ഈ നാട്ടീന്ന്. അല്ല വാസു, ഈ അപകടം പിടിച്ച ജോലി നിർത്തി വേറെ വല്ലതും? ഇതെനിക്കൊരു അപകടമുള്ള പണിയായിട്ട് തോന്നിയിട്ടില്ല അമ്മേ. എനിക്കൊരു ഹരം. വാസുവിന്റെ അമ്മ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലേ ഈ ജോലിക്ക് പോണ്ടാന്ന്? അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ അമ്മയുണ്ടായില്ലല്ലോ. അമ്മയ്ക്ക് വല്ല അസുഖം? ഞാൻ പട്ടിപ്പിടുത്തക്കാരനാവാനുള്ള നിമിത്തം എന്റെ അമ്മ തന്നെയാ. അച്ഛനെ ഞാൻ കണ്ടിട്ട് പോലില്ല. ഒരു ലോറി ഡ്രൈവറാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ അച്ഛനും അമ്മയെല്ലാം എനിക്കെന്റെ അമ്മ തന്നെയാ. കോഴി കൂവുന്നതിന് മുമ്പ് എന്റെ അമ്മ എഴുന്നിട്ട് പണിക്ക് പോകും. ഞങ്ങളുടെ നാട്ടില് വലിയൊരു ജമ്മിരി വീട്ടിലെ അമ്മയ്ക്ക് പണി. സ്കൂള് വിട്ടു വന്നാ നേരെ തിരിച്ചങ്ങോട്ട് പോകും ഞാൻ എന്റെ അമ്മയെ സഹായിക്കാനേ. അവിടെ ഉള്ള പട്ടികൾക്ക് തീറ്റ കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതൊക്കെ ഞാനാ. പാവമ്മ പട്ടികളെ ഭയങ്കര പേടിയാ. എത്ര ക്ഷീണുണ്ടായാലും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു കഥ പറഞ്ഞു തന്നിട്ട് ഉറങ്ങാറുള്ളൂ. എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കണമെന്നായിരുന്നു എന്റെ അമ്മയുടെ മോഹം. അത് എപ്പോഴും അമ്മ പറയും. എന്നാ ഞാൻ സ്കൂളിൽ പോണതോ വയറ് നിറച്ച് ഉപ്മാവ് തിന്നാന്നുള്ള മോഹം കൊണ്ട് മാത്രാ. ക്ലാസ്സിലൊന്നും കയറാറില്ല. ഉപ്മാവ് ഉണ്ടാക്കുന്ന പരിസരത്ത് ചുറ്റിപ്പറ്റി നടക്കും. എനിക്ക് കിട്ടുന്ന ഉപ്മാവിന്റെ പകുതി ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുക്കും. ചില ദിവസങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഉപ്പുമാവും പച്ചവെള്ളം കുടിച്ചിട്ടാ ഞാൻ എന്റെ അമ്മയും കിടന്നുറങ്ങണേ. എന്റെ സങ്കടങ്ങളൊന്നും ഞാൻ അമ്മയുടെ അടുത്ത് പറയില്ല. തിരിച്ച അമ്മയും. അച്ഛനെ കാണണമെന്ന് കൊതി തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാനത് അമ്മോട് പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമം തോന്നിയാലെന്ന് വിചാരിച്ച് ഞാനൊന്നും ചോദിക്കാറുമില്ല, പറയാറുമില്ല. ഒരു ദിവസം സ്കൂള് വിട്ട് ഞാൻ ജമ്മിനെ വീട്ടിൽ ചെന്നപ്പോ എന്റെ അമ്മയെ കാണാനില്ല. പെട്ടെന്ന് എവിടുന്ന് അമ്മയുടെ കരച്ചില് കേട്ടു. ഓടി ചെന്ന് നോക്കിയപ്പോ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് കൊതറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന എന്റെ അമ്മേനെ ഞാൻ കണ്ട. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവിടെ കിടന്നിരുന്ന ഒരു മരത്തടി എടുത്ത് ഞാൻ ആ ദുഷ്ടനെ തലക്കടിച്ചു. അമ്മ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഞാൻ അമ്മയും കൂട്ടി ഓടി. അപ്പോഴേക്കും അയാൾ പട്ടിക്കൂട് തുറന്ന് നായ്ക്കളെ അഴിച്ചു വിട്ടിരുന്നു. അമ്മ തിരിഞ്ഞു നോക്കിയപ്പോ പുറകെ വരുന്ന പട്ടികളെ കണ്ടു. അവറ്റകൾ എന്നെ കടിച്ചാലോ എന്ന് കരുതി എന്റെ അമ്മ എന്നെ പിടിച്ചു മാറ്റി. പക്ഷെ ആ പട്ടികൾ എന്റെ അമ്മയെ കടിച്ചു കീറി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വാവിട്ട് കരഞ്ഞു ഞാൻ. ആരെ കോടി വന്നുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടു. പക്ഷെ അതിനുശേഷം എന്റെ അമ്മ വളരെ അവശയായിരുന്നു. ഒരു രാത്രി മുഴുവൻ പനിച്ച് വിറച്ചു കിടന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഡെയിലി മരുന്ന് മേടിക്കാൻ കാശ് എവിടുന്ന. ഒന്ന് സഹായിക്കാൻ പോലും ആരില്ലാതെ ഞാൻ എവിടെയും പോവാതെ അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നു. എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ചു എന്റെ അമ്മയെ രക്ഷിക്കണേന്ന്. അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പലതും പറഞ്ഞു നോക്കി. പക്ഷെ ഒന്നും ചിരിക്കുക പോലും ചെയ്യാതെ എന്നെ നോക്കി ഇങ്ങനെ കിടക്കും, കണ്ണു നിറയെ കണ്ണീരുമായി. എന്തിനാ കരയണെന്ന് ചോദിച്ചാൽ എന്നെ മാർത്തി ചേർത്ത് പിടിച്ച് ചുണ്ടിലും കണ്ണിലും നെഞ്ചിലൊക്കെ ഉമ്മ തരും. ഒരു ദിവസം അമ്മ നല്ല മയക്കത്തിലായിരുന്നു. അമ്മ അറിയാതെ ഞാൻ സ്കൂളിൽ പോയി ഉപ്പുമാവ് തിന്നാൻ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അമ്മേ. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഉണ്ടാവില്ലേ വിശപ്പ്. ഉപ്പുമാവുമായി തിരിച്ചെത്തിയപ്പോ എന്റെ അമ്മ നല്ല മയക്കത്തില. ഞാൻ അമ്മയെ വിളിച്ചു, പക്ഷെ ഉണർന്നില്ല. എന്റെ അമ്മയുടെ ചുണ്ടിലൂടെ അരിച്ചിറങ്ങുന്ന ഉറുമ്പുകൾ കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. പട്ടികൾ അതാണ് എന്റെ അമ്മയെ കൊന്നത്. എന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഓടുകയും കളിക്കുകയും ചെയ്യുമ്പോ ഞാൻ മാത്രമേ ഭൂമിയിൽ ഒറ്റയ്ക്ക്.
എന്റെ മനസ്സ് മുഴുവൻ പട്ടികളായിരുന്നു. പട്ടികൾ എങ്ങനെ പിടിക്കും, എങ്ങനെ കൊല്ലും, ഞാൻ അതിനു വേണ്ടി കുരുക്കൾ ഒരുക്കി. ആ കുരുക്ക് ഞാൻ ആദ്യമായി പരീക്ഷിച്ചത് എന്റെ അമ്മയെ നായ്ക്കളെ കൊണ്ട് ഘടിപ്പിച്ച ആ ദുഷ്ടന്റെ കഴുത്തിലായിരുന്നു. ഒരു പട്ടി പിടയ്ക്കുന്നത് പോലെ അവൻ എന്റെ കുരുക്കി കടന്ന് പിടഞ്ഞു മരിച്ചു. അവിടെ മുതലായിരുന്നു എന്റെ പട്ടിപ്പിടുത്തത്തിന്റെ ആരംഭം. എന്തൊക്കെയായിട്ടെന്താ, മരിച്ചുപോയ എന്റെ അമ്മയെ തിരിച്ചു കിട്ടില്ലല്ലോ, ഒരിക്കൽ പോലും കാണാൻ കഴിയില്ലല്ലോ. ഞാൻ എന്റെ കൈ വിട്ടുപോയി. ഇതുവരെ ആരും എന്നെ പറ്റി ചോദിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ചോദിച്ചതും പറഞ്ഞതും. കഴിക്കൂ വാസു. മതിയമ്മേ, മനസ്സിന് എന്തൊക്കെയോ കെട്ടഴിഞ്ഞു പോയതുപോലെ.